Good morning dear traders, welcome back to another video of pre-market analysis. നമുക്ക് നമ്മുടെ ഇന്നത്തെ ട്രേഡ് പ്ലാനും കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ട്രേഡ് പ്ലാനും മാർക്കറ്റിൽ പ്ലോട്ട് ചെയ്ത കീ ലെവൽസും എല്ലാം മാർക്കറ്റിൽ എത്രത്തോളം വർക്കൗട്ട് ആയി അതിൻ്റെ ഒരു റിവ്യൂ നടത്തിയിട്ട് ഇന്നത്തേക്ക് പോവാം. ആസ് യൂഷ്വൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂറോ എസ് ടിയുടെ വ്യൂ തന്നെ നോക്കാം. ഇന്നലെ നമ്മൾ യൂറോ എസ് ടിയിൽ പറഞ്ഞ വ്യൂ ബുള്ളിഷ് ആയിരുന്നു. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബയേഴ്സ് കിക്കിനാവാൻ ചാൻസ് ഉള്ള കുറച്ച് ലെവൽസ് ഒക്കെ ഇന്നലത്തെ അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഫസ്റ്റ് ഏരിയ ഈ ഒരു കീ ഏരിയ ആയിരുന്നു, ഈ കാണുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റിയും പിന്നെ ഇവിടെ കാണുന്ന വേറൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ രണ്ട് ഏരിയാസ് ആയിരുന്നു പറഞ്ഞത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയൊന്നും മാർക്കറ്റിൽ ബയേഴ്സ് കിക്കിനായില്ല. ഇന്നലെ ഒരു ഉച്ചക്ക് ന്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് ഉള്ള കാരണം ട്രേഡ് എടുക്കില്ല എന്നുള്ള. കാരണം ന്യൂസിൻ്റെ റിസൾട്ടായിട്ടായിരുന്നു ഇത്രയും വലിയ ഫോളോ നമുക്ക് വന്നേക്കണം. ന്യൂസിൻ്റെ സാധാരണമാണ്, ന്യൂസ് വരുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ടെക്നിക്കൽസ് കോട്ടാവാത്തത് ന്യൂസിൽ വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നലത്തെ വ്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു ഫോളോയുടെ മാർക്കറ്റിൽ നമ്മുടെ വ്യൂവിൽ വന്നേക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇന്നത്തേക്ക് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ആണ് ഞാൻ ഇന്ന് യൂറോസിൽ ഞാൻ നോക്കുന്നത്. അത് രണ്ട് രീതിയിലാണ് നോക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കുറച്ച് സോൺസ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സോൺ ഉണ്ട് ഇവിടെ, ഇതൊരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം സോണാണ്. അതായത് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള ഒരു സോണാണ് ഞാൻ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഈ സോണിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി ഒരു ഷോർട്ട് സെല്ല് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വേറൊരു ബൈ സെൽ ലിക്വിഡിറ്റി ഉണ്ട് അവിടെ, അതായത് അതും വേറൊരു ബെയറിഷ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതായത് സെല്ലേഴ്സ് സ്റ്റെപ്പിനാവാൻ ചാൻസ് ഉള്ള വേറൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ കാണുന്ന ബൈ സെൽ ലിക്വിഡിറ്റി. ഇവിടെ നിന്നും ഞാൻ ഷോർട്ട് സെല്ലിങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഡയറക്റ്റ്ലി അല്ല, അവിടെ വന്ന് കൺഫർമേഷൻസ് കിട്ടിയാൽ മാത്രമേ ഞാൻ മാർക്കറ്റ് ഷോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ആൻഡ് വേറൊരു വ്യൂ എന്ന് പറയാനാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഷോർട്ട് സെല്ലിങ് നടന്നാൽ പോലും ഈ ഒരു കീ ഏരിയ എത്തുമ്പോഴത്തേക്കും ഞാൻ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. അവിടെ ബയേഴ്സ് സ്റ്റെപ്പിനാവുന്നുണ്ടോ ഇല്ല എന്ന് അറിയാനായിട്ട്. ഇവിടെ ബയേഴ്സ് സ്റ്റെപ്പ് ഇവിടം വരെ എന്തായാലും ഞാൻ ഹോൾഡ് ചെയ്യും. ഇവിടെ നിന്ന് എനിക്ക് ഷോർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കീ ലെവൽ വരെയായിരിക്കും ഹോൾഡ് ചെയ്യുക. ഏഷ്യയുടെ ലോ വരെ ഒന്നും ഹോൾഡ് ചെയ്യാൻ ചാൻസസ് ഇല്ല. ഓക്കെ, ഈ ഒരു ലെവൽ വരെ ഞാൻ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ളത്. വേറൊരു പോസിബിലിറ്റി കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കീ സോൺസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇപ്പോൾ നല്ലൊരു പ്രീമിയം ഏരിയയാണ്. അത് ഡിസ്കൗണ്ട് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട്. അതായത് കറൻലി ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒന്നും നമുക്ക് ആക്ഷൻ ഇല്ല. ഇവിടെ നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള പാർട്ടിസിപ്പേഷൻ യൂറോസിൽ ഇപ്പോൾ നടത്താൻ പറ്റില്ല. നമുക്കിനി കീ ഏരിയാസ് ആയിട്ട് പറഞ്ഞേക്കുന്ന ഈ ഒരു സോണും പിന്നെ ഈ ഒരു ബൈ സെൽ ലിക്വിഡിറ്റിയും പിന്നെ ഈ ഒരു ഡിസ്കൗണ്ട് സോണും മനസ്സിലായി. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിലൊരു പാർട്ടിസിപ്പേഷൻ വരുള്ളൂ. മാത്രമല്ല അതിപ്പോൾ ഇവനിപ്പോൾ ഇത് പ്രീമിയം എന്ന് പറയുകയാണെങ്കിൽ പോലും ഈ പ്രീമിയം വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് മാറാം മാർക്കറ്റിൽ. ഇന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബൈ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ആക്കി മാറും. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറൻസീപ്സിൻ്റെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, ഇതാണ് എൻ്റെ യൂറോസിറ്റിയിലേക്കുള്ള വ്യൂ. ടിൽ ദിസ് മൊമെന്റ് ഒരു കറക്റ്റ് ബയാസ് യൂറോസിറ്റി തന്നിട്ടില്ല നമുക്ക്. ഓക്കെ, അതറിയാലോ, എല്ലാ ദിവസവും നമുക്കൊരു കറക്റ്റ് ബയാസ് കിട്ടില്ല. പക്ഷെ ബയാസ് കിട്ടുന്ന ദിവസമാണ് നമുക്ക് പാർട്ടിസിപ്പേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇപ്പോൾ കറക്റ്റ് ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ ഏകദേശം 11:30 ആയിട്ടില്ല. ലണ്ടൻ ഗിൽസ് ഓപ്പൺ ആവാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൊമെന്റ് വരെ യൂറോസിറ്റി കൺഫർമേഷൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. സോ നമുക്കിനി അടുത്തയിലേക്ക് പോവാം. എന്തെങ്കിലും കൺഫർമേഷൻ അപ്ഡേറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ, പബ്ലിക് ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ജോയിൻ ചെയ്യുക, അപ്ഡേറ്റ് മിസ്സാവാതെ നോക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഡോളറിൽ എൻ്റെ പേഴ്സണൽ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സ്റ്റിൽ ബെയറിഷ് ഓൺ ഡോളറിൽ ഇന്നലത്തേലൊക്കെ ഞാൻ പറഞ്ഞത് ബെയറിഷ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഏരിയ എന്നാണ് ഡോളർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരു ഡിസ്കൗണ്ട് ഞാൻ ഇന്നലെ പ്ലോട്ട് ചെയ്തതൊന്നും ഒക്കെ പോയി, കാണാനില്ല അതൊന്നും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്നായിരുന്നു ഞാൻ ഇന്നലെ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇന്നലെ ഒരു ഷോർട്ടിങ് വന്നിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ പീരീഡിലാണ് ഇപ്പോൾ ഡോളറിൽ നോക്കുമ്പോൾ. മനസ്സിലായി? അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ആയാലും മാത്രമേ നമുക്കിന് ഒരു പാർട്ടിസിപ്പേഷൻ വരാൻ ചാൻസ് ഉള്ളൂ. സോ ഡോളറിലും എനിക്ക് ഒരു കറക്റ്റ് ബയാസ് പറയാൻ ഇപ്പോൾ കറൻറ്റ്ലി സാധിക്കുന്നതല്ല. കാരണം ഡോളർ കൺസോൾട്ടേഷൻ പീരീഡിലാണ്. സോ അങ്ങനെ കൺസോൾട്ടേഷൻ പീരീഡിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആസ് എ പ്രൊഫഷണൽ ട്രേഡേഴ്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കണം. മാർക്കറ്റ് എപ്പോഴാണ് ഒരു ക്ലിയർ ബയാസ് വരുന്നത് അപ്പോൾ മാത്രം മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യാം. ആൻഡ് ഫൈനലി ഗോൾഡിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ആയിരുന്നു. ഇന്നലെ ലണ്ടൻ സെഷനിൽ നല്ല രീതിയിൽ ഫോളോ ആയിട്ടുണ്ടായിരുന്നു. ഫോളോ ആയപ്പോൾ ഒരുപാട് പേര് പാനിക് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് ലണ്ടൻ സെഷൻ്റെ ഏകദേശം മിഡിലായപ്പോൾ തന്നെ ലണ്ടൻ സെഷൻ കിൽ സോൺ
ഓൺ ക്ലോസ് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റീട്രേസ്മെന്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ബൈ എൻട്രീസ് നമുക്ക് ഇന്നലെ ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആസ് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം തന്നെ നല്ല മാർക്കറ്റ് വർക്കൗട്ട് ചെയ്ത് ഏഷ്യയിലും സ്വീപ്പ് ചെയ്ത് നല്ലൊരു എൻട്രി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾഡ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മൊമെന്റ് നമുക്ക് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് ഇന്നലെ നല്ലൊരു എൻട്രി തന്നിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് പേഴ്സണലി അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എൻ്റെ ഫോക്കസ് എല്ലാം ഇന്നലെ യൂറോസ്ഡിയിലായിരുന്നു. സോ യൂറോസ്ഡിയിൽ എനിക്ക് നല്ലൊരു 1:2 പറഞ്ഞൊരു ട്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഡൗണും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ് ഓൺ ഗോൾഡ്. നമ്മൾ ഇന്നലത്തെ വ്യൂ കറക്റ്റ് ആയിരുന്നു. ഗോൾഡിൽ നല്ല രീതിയിൽ ബൈങ് നടന്നിട്ടുണ്ട്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ കീ സോൺസ് എല്ലാം കീ ലെവൽസ് എല്ലാം ഇന്നലെ ഗോൾഡിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ വാട്ട്സ് നെക്സ്റ്റ് ഇന്നത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ഗോൾഡിൽ ബെയറിഷ് അല്ല, ബുള്ളിഷ് തന്നെയാണ്. ബട്ട് എവിടെ നിന്നായിരിക്കും ഞാൻ അടുത്തായിട്ട് ബൈങ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോണത്. അടുത്തായിട്ട് ബൈങ് ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അതായത് കറന്റ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അപ്പോൾ ഏഷ്യൻ റേഞ്ചിൻ്റെ ലോയിലാണ് ഞാൻ കറന്റ് അടുത്ത ബൈ എൻട്രീസ് പോസിബിൾ ബൈ എൻട്രീസ് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണത്. നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതൊരു കീ ലെവലായിട്ട് എടുത്തുകൊണ്ട് ഇവിടെ നല്ല ബൈയേഴ്സ് കിക്കിനാവുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കും. അങ്ങനെ കിക്കിനായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോൾഡ് ഞാൻ പേഴ്സണലി ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. ഗോൾഡിൽ ബൈ എൻട്രീസ് ഞാൻ എടുക്കുന്നതായിരിക്കും. എനിക്ക് കൺഫർമേഷൻസ് കിട്ടുന്നതനുസരിച്ച് ലോ ടൈം ഫ്രെയിമിൽ. സോ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണലി ഇന്നത്തെ വ്യൂ. ഞാൻ നോക്കുന്ന സ്ഥിരമായിട്ട് നോക്കുന്ന 3 കറൻസി പേഴ്സിൻ്റെ വ്യൂസും കീ ലെവൽസ് എല്ലാം ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം എത്രത്തോളം ഈ കീ ലെവൽസ് എല്ലാം ഇന്ന് മാർക്കറ്റിൽ പ്ലേ ഔട്ട് ചെയ്യുന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളും നോക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് സെപ്റ്റംബർ 24 ആണ്, ട്യൂസ്ഡേ ആണ്. ഇന്ന് ചെറിയൊരു ന്യൂസ് എന്തുണ്ട്, ഒരു കൺസ്യൂമർ കോൺഫിഡൻസ് CB കൺസ്യൂമർ കോൺഫിഡൻസ് മാത്രമേ USDയിലുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓറഞ്ച് ഫോൾഡർ ന്യൂസ് ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ റെഡ് ഫോൾഡർ ന്യൂസ് ആണെന്നുണ്ടെങ്കിലും വലിയൊരു വോളറ്റിലിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. ചെറിയൊരു മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവണമെങ്കിൽ തന്നെ. ബട്ട് എന്താ പറയുക, ഒരു 31 ഹവർ എബോ ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വറി ചെയ്യണമെന്നില്ല. ഒരു 1 ഹവർ OBയോ 1 ഹവർ FIGയുടെ ഒക്കെ താഴെയാണ് നിങ്ങളുടെ SL എന്നൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും പ്രൊട്ടക്റ്റീവ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് തന്നെ ഞാൻ കാണുക. അത്ര വോളറ്റിലിറ്റി ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് എന്നാലും ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഫണ്ടഡ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനവർ നല്ല രീതിയിൽ നോക്കുക. സ്ലിപ്പേജ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് തന്നെ അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ സ്ലിപ്പേജ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡിങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ കറൻറ്റ് സീപ്സ് ഇവിടെ സംസാരിക്കുന്ന ഈ ഒരു തിയറീസും കാര്യങ്ങളെല്ലാം ICT കൺസെപ്റ്റുകളാണ്. ICT കൺസെപ്റ്റുകളുടെ ബേസിലാണ് ഞങ്ങൾ എൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിയറീസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൺസീപ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചാനലിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് കാണാം, ICT കൺസെപ്റ്റ്സ് ഇൻ മലയാളം. അതൊരു ലേണിംഗ് സീരീസ് ആണ്. ഇപ്പോൾ കറൻറ്റ്ലി 19 ടോപ്പിക്കുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ടോപ്പിക്സുകൾ ഞങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ ഈ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ഓരോ വീഡിയോസിൽ നിന്ന് കാണുക, റെഫർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറൻറ്റ് സ്വീപ്സിൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനലുണ്ട്. ഈ ചാനലിൽ നമ്മൾ ഒരു ചാറ്റ് ഉണ്ട്, സെപ്പറേറ്റ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പബ്ലിക്കിന് വേണ്ടിയുള്ള. കറൻറ്റ് സ്വീപ്സ് ചാറ്റ് നിങ്ങൾക്ക് കാണാം. ഈ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചാലും മതി. നിങ്ങൾക്ക് ഇവിടെ കാണാം പബ്ലിക്കുകൾ വന്നിട്ട് അവരുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും വന്ന് ഡൗട്ട്സുകൾ ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ മെൻറ്റേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അടുത്ത പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കൺസീപ്സ് നാളെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കൺസീപ്സ്.